മോർണിംഗ്. ഇടുക്കിയിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. പക്ഷേ ശക്തമായിട്ടുള്ള ഒരു മഴ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഓറഞ്ച് അലർട്ട് അനുസരിച്ചിട്ടുള്ള ഒരു മഴ ഇതുവരെ ജില്ലയിൽ പെയ്തിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഡാമുകളുടെ കാര്യത്തിലും ഇപ്പോൾ നിലവിൽ ആശങ്കയില്ല. ചെറിയ ഡാമുകൾ ചെറിയ രീതിയിൽ മാത്രമേ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. എന്തായാലും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രധാനമായും മലയോര മേഖലയിൽ നടക്കുന്ന, പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ നടക്കുന്ന ഓഫ് റോഡ് ട്രക്കിംഗ്, ജീപ്പ് സവാരി, അതോടൊപ്പം തന്നെ ജല വിനോദങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇന്നത്തെ ദിവസം, അതായത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യത, അതോടൊപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ദുരന്ത മേഖലകളുണ്ട്. അവിടെയൊക്കെ താമസിക്കുന്ന ആളുകളെ മുൻകൂട്ടി തന്നെ മാറ്റി പാർപ്പിക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം തഹസിൽദാർമാർക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഉദ്യോഗസ്ഥർ സജ്ജമായിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഡാമുകളുടെ കാര്യത്തിൽ നമുക്കറിയാം, മുല്ലപ്പെരിയാർ ഡാം കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. പക്ഷേ വലിയ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നില്ല. അതിനുശേഷം ഡാമിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഇടുക്കി ഡാമിൻ്റെ കാര്യത്തിലും മുൻ വർഷത്തേക്കാൾ ജലനിരപ്പ് കൂടുതലാണ്. ഏതാണ്ട് 20 അടിയിലധികം വെള്ളം കൂടുതലാണ് ഇപ്പോൾ ഇടുക്കി ഡാമിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു റൂൾ കർവ് അനുസരിച്ച് ഒരു 15 അടി വെള്ളം കൂടി ഇടുക്കി ഡാമിൽ സംഭരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ 2 വലിയ ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മഴ വരും ദിവസങ്ങളും അതിശക്തമായി തുടർന്നാൽ ഒരുപക്ഷെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും. മോത്തി.